ഡോക്ടറിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന എബി അവിടെയായുള്ള ചെയറിലേക്ക് ചാരിയിരുന്നു കരയാൻ തുടങ്ങി. അടുത്തായി ആമിയും ഇരുന്നു. എബിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഡി, നീ വൈകിയൊന്ന് വിളിക്ക്. മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ ഇവിടേക്ക് വരാൻ വേണ്ടി പറയേ. അത് കേട്ടതും ആമി വേഗം ഫോണെടുത്ത് വൈകിക്ക് കോൾ ചെയ്തു. ധ്രുവിൻ്റെ കാര്യം മാത്രം അവൾ പറഞ്ഞില്ല. അതുമാത്രം അവളിൽ നിന്നും മറച്ചു വെച്ചു. എബിക്ക് വയ്യ എന്നുള്ളതാണ് അവളെ അറിയിച്ചത്. എബിക്ക് വയ്യ എന്നുള്ള ടെൻഷനിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വൈഗ. എന്നാൽ വൈഗ അപ്പോഴും ധ്രുവിനോട് ഇതേപ്പറ്റി പറയാൻ കോൾ ചെയ്തെങ്കിലും ധ്രുവ് കോൾ എടുത്തില്ല. നീ വരട്ടെ, എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ, ഒന്ന് തിരിച്ച് വിളിച്ചത് പോലുമില്ല. എവിടെ പോകുന്നു എന്നൊരു മെസ്സേജ് പോലും അറിയിച്ചതുമില്ല. ധ്രുവിനോട് പിണങ്ങി ഞാൻ, വൈഗ മനസ്സിലായി പറഞ്ഞു. വൈഗ ഹോസ്പിറ്റലിൽ എത്തിയതും വാതിക്കൽ തന്നെ അവളെ കാത്തുനിന്നോണം പീറ്റർ ഉണ്ടായിരുന്നു. അവൾ പീറ്ററിൻ്റെ അടുക്കലെത്തി അവനോടായി ചോദിച്ചു, പീറ്റർ ചായ, ധ്രുവ് എവിടെ? അവൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? പീറ്ററിന് അവൻ്റെ നെഞ്ച് പിടയുന്നത് പോലെ തോന്നി. കാരണം ധ്രുവ് വൈഗ അവരുടെ പ്രണയം എന്താണെന്നും അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും കണ്ടിട്ടുള്ളവനാണ് താൻ. പീറ്റർ ഗൗരവത്തിൽ പറഞ്ഞു, മേഡം അകത്തേക്ക് ചെല്ല്, സാറിപ്പോൾ വരും. അവൾ ഓക്കെ എന്ന് തല ചലിപ്പിച്ചു അകത്തേക്ക് നടന്നു. വൈഗ അകത്തേക്ക് നടന്നതും കാണുന്നത് ആമിയുടെ നെഞ്ചിൽ തലയും വെച്ച് കരയുന്ന എബിയാണ്. അത് കാണുകെ വൈഗയെ ഒരടി പിന്നിലേക്ക് വെച്ചുപോയി. അവൾ മനസ്സിലായി പറഞ്ഞു, എൻ്റെ മഹാദേവ, ഒരിക്കലും എൻ്റെ മനസ്സിൽ പറയുന്നത് പോലെ അല്ലേ സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ധ്രുവ് അവനൊന്നും തന്നെ സംഭവിച്ചു കാണല്ലേ. അവന് പകരം എൻ്റെ ജീവൻ എടുത്തോളൂ. വൈഗ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവൾ പതിയെ അവരുടെ അടുത്തേക്ക് ചുവട് വെച്ചു. വൈഗ അവിടെ കണ്ടതും ആമി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ഇരു കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡി മോളെ, ഞാൻ പറയുന്നത് നീ ശാന്തമായി കേൾക്കണം. ധ്രുവ് അവനൊരു ആക്സിഡൻറ്റ് പറ്റി ഐസിയുലാണ്. പിന്നീട് പറയുന്നതൊന്നും തന്നെ വൈഗ കേട്ടില്ല. അവൾ ബോധം പറഞ്ഞ് താഴേക്ക് വീഴാൻ പോയതും എബിയും പീറ്ററും അവളെ താങ്ങി പിടിച്ചു. പീറ്റർ അവിടെയായിരുന്ന ബോട്ടിൽ കൈകളിലേക്ക് എടുത്തു. അതിൽ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. വൈഗ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. അവൾ നാലുപാടും ഒന്ന് കണ്ണു പായിച്ചു. എവിടെ, എൻ്റെ ധ്രുവ് എവിടെ? പറ എബി. വൈഗ സ്വഭാവം നഷ്ടപ്പെട്ട പോലെ പെരുമാറാൻ തുടങ്ങി. അവൾ എബിയുടെ ഷട്ടിൽ മുറുകെ പിടിച്ചു വിതുമ്പാൻ തുടങ്ങി. എബി അവളെ കുലുക്കി വിളിച്ചു, നീ മോളെ വൈകേ, അവനൊന്നുമില്ല, അവൻ ഓക്കെയാണ്, നീ പേടിക്കണ്ട. അത് കേട്ടതും വൈഗ മുഖമുയർത്തി എബിയെ ഒന്ന് നോക്കി. എവിടെ ധ്രുവ്, എവിടെ? എനിക്കിപ്പോൾ കാണണം ഒക്കെ നിലവിളിക്കാൻ തുടങ്ങി. പീറ്ററിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈയൊരു ഫീൽ എന്താ എന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ അഞ്ജു അവൾ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ തനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഈ വികാരവും എല്ലാം. അതും മനസ്സിലായി പറഞ്ഞു. പീറ്റർ വൈഗയെ സമാധാനിപ്പിച്ചു. എബി പതിയെ വൈഗയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വൈഗ മോളെ, ധ്രുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ മിസ്റ്റർ കിരൺ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വൈഗ ഒരു പാവയെ പോലെ തലയാട്ടി എബിയുടെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാതെ പീറ്റർ പുറത്തേക്ക് പോയി. ഡോക്ടർ കിരൺ വൈഗയെ കണ്ടതും അദ്ദേഹത്തിന് അവരുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ അയാളോട് ഇരു കൈകളും കൂപ്പി പറഞ്ഞു, എൻ്റെ ധ്രുവിനെ പഴയതുപോലെ എൻ്റെ കൈകളിലേക്ക് തന്നാൽ മതി, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അത് കേട്ട് നിന്ന് എബിയുടെയും ആമിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോക്ടർ എഴുന്നേറ്റ് വന്ന് വൈഗയുടെ മുന്നിലായി നിന്നു. താൻ വിഷമിക്കാതെ, ഇപ്പോൾ ഓക്കെയാണ് ധ്രുവ്. ഇനി വൈഗയിൽ നിന്നും ഒരകലം പോലും ധ്രുവിനുണ്ടാകരുത്. അതിന് എൻ്റെ മുന്നിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനേ ഉള്ളൂ. എത്രയും വേഗം നിങ്ങളുടെ മാരേജ് നടത്തണം. വൈഗ എബിയെയും ആമിയെയും മാറി മാറി നോക്കി. ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇതേ സമയം ഒരു നേഴ്സ് അവിടേക്ക് വന്നു. ആരാ വൈഗ? പേഷ്യൻ്റിന് ബോധം വന്നിട്ടോ? അന്വേഷിക്കുന്നുണ്ട്. അത് കേൾക്കെ വൈഗ വേഗം ഐസിയുവിനുള്ളിലേക്ക് കയറി. എബി ആമിയോടായി പറഞ്ഞു, ഞാൻ പീറ്ററിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. എബി മെയിൻ റിസപ്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങിയതും ഒരു മുഖം അവൻ്റെ കണ്ണുകളിലുടക്കി. കീർത്തന, അവളല്ലേ അത്? ഇവളെന്താ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ധ്രുവ് അവൻ്റെ കാര്യം വല്ലതും അറിഞ്ഞിട്ടാകുമോ? അവൻ കീർത്തനയുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒരു സിസ്റ്റർ വന്ന് ചോദിച്ചു, കീർത്തനയുടെ ഹസ്ബൻഡ് വന്നില്ലേ? 4-ാം മാസത്തിലെ സ്കാനിങ് ആണ്. അത് കേട്ടതും എബി കീർത്തനെ തറപ്പിച്ചെന്ന് നോക്കി. അവൻ കീർത്തനയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, കീർത്തനയോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അത് കേൾക്കെ അവൾക്ക് അവനോട് ദയ തോന്നി. എന്തിനാവും എന്നോട് സംസാരിക്കുന്നത്? ഇനി തള്ളാനാകുമോ, അതോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടിയാകുമോ? അതും പറഞ്ഞ് എബി മുന്നിലേക്ക് നടന്നു. പിറകെ കീർത്തന, നിനക്ക് ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ തരാം. എന്തായാലും ഈ കുട്ടി അച്ഛനില്ലാതെ വളരേണ്ട.
എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വൈഭവാണ് അല്ലേ? അത് കേട്ടതും കീർത്തന ഞെട്ടി എബിയുടെ മുഖത്തേക്ക് നോക്കി. നോക്കേണ്ട, എനിക്ക് ഇത് എങ്ങനെ അറിയാമെന്നല്ലേ? നിന്നെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും എനിക്കും ധ്രുവനും അറിയാം. നീ നേരെ വൈഭവിൻ്റെ പേരൻസിനെ പോയി കാണണം. അവരോട് എല്ലാം തുറന്നു പറയണം. അവർ നിന്നെ അംഗീകരിക്കും. കീർത്തന എബിയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നടന്നു. അങ്ങനെ വൈഭവിൻ്റെ കാര്യത്തിൽ അവനൊരു തീരുമാനമുണ്ടാക്കി. എബി മനസ്സിലായി. മോളെ വൈകേ, ഇനി നിനക്കെൻ്റെ ചെക്കനെ കെട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കർത്താവേ നന്ദി എന്നും പറഞ്ഞ് അവൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞതും ധ്രുവിനെയും കൊണ്ട് എബിയും ആമിയും വൈകയും വീട്ടിലേക്ക് തിരിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ എബി വൈകയെ നോക്കി പറഞ്ഞു, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. അത് കേട്ടതും ധ്രുവ് വൈകയെ മുഖത്തോട് മുഖം നോക്കി. വൈക തിരക്കി, എന്നതാ എബി? അത് മോളെ, നിൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു മംഗളകാര്യം നടന്നു. വൈക, എൻ്റെ വീട്ടിലോ? എബി, എൻ്റെ സ്വപ്നം വല്ലതും കണ്ടോ? ആമി ഇടയിൽ കയറി പറഞ്ഞു. മോളെ വൈക, സ്വപ്നവുമല്ല, റിയലായി നടന്നതാണ്. നിൻ്റെ വൈഭവ് ചേട്ടൻ പെട്ടെന്ന് ആമിയെ നിർത്തി തിരുത്തി. എന്നിട്ട് ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി സോറി എന്ന് പറഞ്ഞു. അറിയാതെ നാവിൽ കയറി വന്നതാണ്. എന്നിട്ട് വൈകിയോടെ പറഞ്ഞു, ആ വൈഭവ് അവൻ കീർത്തനെ കെട്ടി, അത് അമ്പലത്തിൽ വെച്ച്. അത് കേട്ടതും വൈകിയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഇതായിരുന്നോ? ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. എബി വൈകിയോടും ധ്രുവിനോടായി പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം. ഞാൻ പപ്പയെ വിളിച്ചിട്ടുണ്ട്. പപ്പ ഉടനെ ഡേറ്റ് എടുക്കും. അത് കേട്ടതും വൈക ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അപ്പോഴത്തെ മുഖഭാവം വൈകയെ തളർത്തി. വൈക കണ്ണുകൾ കൊണ്ട് ആമിയെയും എബിയെയും ചൂണ്ടിക്കാണിച്ചു. ഇതേ സമയം ധ്രുവ് അവൻ്റെ ഇടത് കൈയാൽ അവളെ വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. ഇല്ല, ഇപ്പോൾ നോക്കുന്നില്ല. റൂമിൽ ചെന്ന ശേഷം വിശദമായി എനിക്കൊന്ന് നോക്കണം. ഓക്കെ അല്ലേ? അതും പറഞ്ഞ് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി മുറുകി. ഇതേ സമയം വൈഭവിൻ്റെ റൂമിൽ എല്ലാ സാധനങ്ങളും നിലത്തിട്ട് എറിഞ്ഞുടക്കുകയാണ് അവൻ. രാമനും പ്രമീളയും അവിടേക്ക് വന്ന് അവനെ ശാസിച്ചു. നീ ഉണ്ടാക്കിയതല്ല ഇതൊന്നും ഇങ്ങനെ എറിഞ്ഞുടയ്ക്കാൻ. കേട്ടല്ലോ അവരുടെ അവഗണനയും. വൈകയെ നഷ്ടപ്പെട്ടതും കൂടി ആയപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു. അവൻ കീർത്തനെ വിളിച്ച് അവരുടെ മുന്നിലേക്കിട്ട്, ഇവൾ ഈ നശിച്ചവൾ കാരണമാണ് എല്ലാം ഉണ്ടായത്. അതും പറഞ്ഞ് അവനവളെ തല്ലാൻ തുടങ്ങി. ഇത് കാണുകെ രാമൻ വൈഭവിനെ വലിച്ച് വെളിയിലാക്കി വാതിലടച്ചു. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് ധ്രുവ് എന്നും പറഞ്ഞു. ആമി, എബിയും കൊണ്ട് നീ പൊയ്ക്കോ, എനിക്കൊന്ന് ഫ്രഷ് ആകണം. അത് കേട്ടതും എബി പല്ല് കടിച്ചു. ആമി, വൈക, രണ്ടുപേരും പുറത്തേക്കൊന്ന് പൊയ്ക്കേ. ഞാൻ ഇവനെ ഒന്ന് ഡ്രസ്സ് മാറ്റി ദേഹമൊന്ന് തുടയ്ക്കട്ടെ. അത് കേൾക്കേണ്ട താമസം രണ്ടാളും പുറത്തേക്ക് നടന്നു. എന്താ മോൻ്റെ ഉദ്ദേശം? എബി ചോദിച്ചു. അതിന് ധ്രുവ് നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. തീർത്തും ദുരുദ്ദേശം, ധ്രുവ് മറുപടി കൊടുത്തു. എടാ പുല്ലേ, കല്യാണം കഴിയുന്നതുവരെ പ്ലീസ് എൻ്റെ പെങ്ങളെ നീ ഒന്ന് വെറുതെ വിട്ടേക്ക്. എൻ്റെ അപേക്ഷയാണ്. ധ്രുവ് ഇല്ല എന്ന പോലെ തല ചലിപ്പിച്ചു. നീ നന്നാവില്ലടാ. അതും പറഞ്ഞ് എബി ധ്രുവിനെയും കൊണ്ട് ബാത്റൂമിലേക്ക്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ധ്രുവിൻ്റെ കൈയൊക്കെ ഓക്കെ വരുന്നു. എബിയുടെ പപ്പയും മമ്മിയും അത്തായച്ചനും എല്ലാവരും കൂടി ചേർന്ന് ധ്രുവിൻ്റെയും വൈകിയുടെയും മാരേജ് ഉറപ്പിച്ചു. ധ്രുവിൻ്റെ കണ്ടീഷൻ വെച്ച് തൊട്ടടുത്ത മുഹൂർത്തം തന്നെയാണ് അവർ നോക്കിയത്. ജൂൺ വൈകിയും ഓഫീസിൽ നിന്ന് വന്നതും മത്തായച്ചൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കുര്യൻ ഡേറ്റും മാരേജ് ഹാളും എല്ലാത്തിൻ്റെയും പുറകെയായിരുന്നു. കുര്യന് അയാളുടെ സ്വന്തം മകൻ്റെ വിവാഹം പോലെയാണ് എല്ലാം നോക്കി നടത്തുന്നത്. ജൂ ഒരു ചിരിയോടെ റൂമിലേക്ക് പോയി. ഫോണിൽ വൈകിക്ക് സീക്രട്ട് റൂമിലേക്ക് വരാൻ മെസ്സേജ് അയച്ചു.